ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു യഥാർത്ഥ കഥയാണ്. ഈ കഥ തുടക്കം മുതൽ കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഇതാ കണ്ടില്ലേ, മാരി ടൈം. ഈ സ്ഥലത്ത് പണ്ട് ഒരു വലിയ കഥ നടന്നിട്ടുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഈ മറൈൻ ഡ്രൈവിൽ വന്നിരുന്ന രണ്ട് കമിതാക്കൾ, ഈ കമിതാക്കൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വളരെ യാദൃശ്ചികമായി ഒരു വലിയ മഴ വന്നു. മഴ വന്ന സമയത്ത് എല്ലാവരും ഓടി ആ കടയ്ക്കുള്ളിലേക്ക് കയറി. അങ്ങനെ കടയ്ക്കുള്ളിലേക്ക് ഓടിക്കേറിയ കൂട്ടത്തിൽ മനോഹരമായ ഒരു ചുവന്ന കുടയും ചൂടി ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയും ഒരു ചെറുപ്പക്കാരനും കൂടി ഓടിക്കേറുന്നത് അന്നത്തെ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തു. ആ കുട ഒരു ചുവന്ന കുടയായിരുന്നു. നല്ല മനോഹരമായ കുടയിലേക്ക് ഓടിക്കയറുന്ന മനോഹരമായ സീൻ. പിറ്റേ ദിവസം അത് പത്രത്തിൽ അച്ചടിച്ചു വന്നു. ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: മഴ പെയ്യുമ്പോൾ മധുരക്കുട. പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താണെന്നറിയോ? ആരാണ് ഫോട്ടോ? അതൊരു സാധാരണക്കാരൻ്റെ മകളായിരുന്നില്ല. പകരം അത് ഈ നാട്ടിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളുടെ മകളായിരുന്നു. അയാൾക്ക് അതൊരു മാനക്കേടായി തോന്നി. പത്ര ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇനി മേലാൽ അവനെ ജോലിയിൽ നിർത്തരുത്. അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അയാൾ മരിച്ചിട്ടില്ല, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ആ കഥയിലെ നായിക ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മൺമറഞ്ഞു പോയോ എന്നൊന്നും അറിയില്ല. ഈ ചെറിയ കഥ കേൾക്കുമ്പോൾ താങ്കൾ ഈ കടയും അവിടെ നടന്ന സംഭവവും താങ്കളുടെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു ക്യാപ്ഷനായിരുന്നു, സിനിമയ്ക്ക് പറ്റിയ ക്യാപ്ഷനായിരുന്നു. അത്രയും കഴിവുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു ആ ഫോട്ടോഗ്രാഫർ. അയാളുടെ ജീവിതമാണ് നശിച്ചു പോയത്. ആ പേര്, അയാൾക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനും ഒരു ക്യാപ്ഷൻ കൊടുക്കാനും തോന്നിയത് ശരിക്ക് സത്യത്തിൽ അയാളുടെ ജീവിതത്തിലെ അന്ധകാരം വായിച്ച സമയത്തായിരിക്കും. എന്തായാലും ശരി, ക്യാപ്ഷൻ എപ്പോഴും മനസ്സിലുണ്ട്: മഴ പെയ്യുമ്പോൾ മധുരക്കുട.